അല്ല അങ്ങായേ, ഇന്ന് മോലേര് പ്രസംഗിച്ച സംസാരം ശരിയാണോ? അതിനെന്താ തെറ്റുള്ളത്? പണ്ടൊക്കെ മതപരമായ കാര്യങ്ങൾ മാത്രമേ മൂലയന്മാർ ചർച്ച ചെയ്തിനുള്ളൂ. ഇന്ന് നാട്ടിൽ എന്താ സംഭവിക്കുന്നത് അതാണ് ചർച്ച ചെയ്യുന്നത്. അതിലെന്താ തെറ്റെന്ന്? ഏതായാലേ ഉസ്താദിന്റെ പ്രസംഗം ഇമ്രാജിക്ക് തീരെ പറ്റിയിട്ടില്ല. അയാൾ പള്ളിയിൽ നിന്നിട്ട് ഒരു പോക്കുമായിട്ട് വണ്ടി എടുത്തുകാണ്ട്. ഉസ്താദ് പറഞ്ഞ ഇമ്രാജിക്ക് ഇഷ്ടപ്പെടൂല. സ്ഥാനാർത്ഥികളെ ഗുണം ദോഷമുള്ള ഉസ്താദ് സംസാരിച്ചത്. ഇമ്രാജിന്റെ അനിയൻ അനീഫയുള്ള ഇവിടുത്തെ സ്ഥാനാർത്ഥി. അനക്കൊരു കാര്യം കേൾക്കണ്ടേ? എന്നാ ഈ പറഞ്ഞതേ ഉസ്താദിന് പണിയാവും, നോക്കിക്കോച്ച്. മൂലർക്ക് എന്ത് പണിയിട്ടാനാന്ന്? മൂലർക്ക് ഈ മല്ലിൽ അല്ലെങ്കിൽ അടുത്ത മല്ലിൽ കിട്ടൂല ജോലിന്ന്. ഓലൊക്കെ വാപ്പ കാരണവന്മാരായിട്ട് തന്നെ ഈ പള്ളിക്കും പണി നടക്കുന്ന ആൾക്കാരാണ്. ഓലെ പറ്റിയൊക്കെ പറയുമ്പോ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഉസ്താദ്. ഉസ്താദ് വ്യക്തിപരമായിട്ട് ആരും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ വളരെ വിശദമായിട്ട് മൂപ്പര് സംസാരിച്ചു. അതിനിപ്പോ ഇയാൾ ഇങ്ങനെ ബലം പിടിച്ചു പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇപ്പൊ ഇമ്മറാജ് ഖജാൻജി നോക്കണ്ട, അയാൾ ആദ്യത്തെ പള്ളിന്റെ സെക്രട്ടറിനോ ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതൊക്കെ പോട്ടെ, അപ്പൊ നമ്മൾ വരണ്ട. ഇതൊരു കാര്യം ചെയ്യണോ? കുട്ടൻ ബിരിയാണി തിന്നാൻ പോന്നത് ചേണ്ടിക്ക് നല്ല കുട്ടൻ ബിരിയാണിയാ. ഞാനിവിടെ അടിപൊളി തേങ്ങാച്ചോറും ബീഫ് പറ്റിയതുണ്ട്. നമുക്ക് തിന്നിട്ട് പോകാം. ഇല്ല ഞാൻ പോയി തിന്നട്ടെ. കാര്യം ചെയ്യാ, വൈകുന്നേരം വിളിക്കേ. പോണ്ടോ? ആ ഓക്കെ. ആ മേശപ്പുറത്തുണ്ട് ഒരു പുസ്തകവും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുന്ന. നിങ്ങൾ എവിടെ ഇനി മനസ്സാ പള്ളിയിൽ നിന്ന് കാണ്ട് ഇത്ര നേരം? അബ്ബാസൊക്കെ എപ്പോഴോ ഇവിടുന്ന് ചോറിന്ന് കാണ്ട് പോയി. പള്ളിക്കരേ ആ തേങ്ങയും ഓലപ്പാട്ടിയൊക്കെ ലേലം വിളിച്ചലേന്നു. അപ്പൊ അതിന് നിന്നു. അത് നേരം വെക്കുക. ഞങ്ങളൊരു പോരി, ഞാൻ ചോറ് വണ്ടി വെക്കാച്ച് തിരുമ്പാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിങ്ങൾക്ക് വണ്ടി തന്നിട്ടാണോ? കുറച്ച് കഴിഞ്ഞിട്ട് മതി. അതിന്റെ കണക്ക് കുറച്ച് എഴുതി വെക്കാണ്ട്. ആ എഴുതി വെച്ചില്ലെങ്കിൽ എന്റെ ഓർമ്മയിന്ന് പോകും. പിന്നെ ആ പള്ളിന്റെ കുറച്ച് പൈസ ഉണ്ട്, മേസയില് കെട്ടാക്കി വെച്ചതാണ്. പള്ളിന്റെ ആണ് ഞാൻ എഴുതി വെച്ചേക്കണ ഓരോ ഭാഗ്യം. ഞാനേറ്റ മനസ്സൻ ജീവൻ പോവുകയാണെങ്കിൽ അത് പള്ളിക്കൊക്കെ ഏൽപ്പിച്ചു കൊടുക്കണം കേട്ടോ. നാളെ റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും. ആ പേരും പറഞ്ഞ കാട് നബീസ്. ആരാപ്പൊ ഇവിടുന്ന് ഈ പള്ളിക്കത്തെ പൈസ ഒക്കെ എടുക്കണു? നിങ്ങൾ മരിച്ചനെ കണക്കും പറഞ്ഞിക്കാണ്ട്. മനുഷ്യന്റെ കാര്യമില്ല നബീസോ, അതൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല. മിഞ്ഞാന്നല്ലപ്പോ അൽബി മരിച്ചത്. ഒരു കേടും കൊണക്കേടും ഉണ്ടായിരുന്നില്ല ഓന്. അതിന്റെ തലേദിവസം കൂടി ഞാൻ ആ പീടിന്റെ അവിടെ നിന്ന് കണ്ട മനുഷ്യനാണ്. ഇത്രയുള്ള മനുഷ്യന്മാരൊക്കെ കാര്യം. അൽബിക്ക് എന്താ പെട്ടെന്ന് നെഞ്ഞുവേദന ഉണ്ടായതല്ലേ? ഓന് ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളും തന്നെ ഈ പള്ളിക്കത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ ആൾക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താളി. നിങ്ങൾക്കും എപ്പോഴും സോക്കടും കേടുവാണ്. അത് തല പുണ്ണാക്കിക്കാണ്ട് ആ കണക്കും കച്ചൊക്കെ എഴുതിയിരുന്നിക്കാണ്ട്. ഇതൊന്നും വെയിച്ചിട്ടല്ലേ നബീസും. പഠിച്ചോന്റെ ഒരു ഭവനത്തിന്റെ ഒരു കാര്യം ചെയ്യിച്ചല്ലേ. കുട്ടികളെല്ലാരും കൂടി എന്റെ പേര് വന്നിക്കാണ്ട് ഇന്നെ ആദ്യം സെക്രട്ടറി ആക്കി. വേറൊരാളെ ഏൽപ്പിച്ചാൽ നല്ലൊരു മനുഷ്യന്മാരില്ല പതിയില്. പിന്നെ ഇപ്പൊ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഒരു പെരീത്തെ കണക്കൊന്നുമല്ല, എല്ലാരും കൂടി ഉള്ള ഇടപാടല്ല ഇപ്പൊ അത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ പിടിച്ചിക്കാണ്. അടുത്ത കമ്മിറ്റി ഉണ്ടാവുമ്പോൾ ഇതിന് ഒഴിവാവണമെന്ന് ഞാനും മനസ്സുകൊണ്ട് വിചാരിച്ചേക്കണു. നിങ്ങൾ അതിന് ഒഴിവാക്കുക തന്നെ നല്ലത്. അതിനൊക്കെ പൂതിയല്ലേ ചെറുപ്പക്കാരുണ്ടാവും. ഈ വയസ്സന്മാരൊക്കെ ഒന്നാണ് ഒഴിഞ്ഞെടുത്താളി ഓൽക്ക്. എന്നാലും നിങ്ങളെ ചോറ് നിങ്ങാണ്ട് കണക്കും കച്ചൊക്കെ ഒന്ന് എഴുതി വെച്ചിക്കാണ്ടേ നമുക്ക് സൂറാബിന്റെ അവിടെ ഒന്ന് പോയി. എന്നാലോ ആ തേങ്ങ ഉണ്ട് കുറെ ദിവസമായി ആ ചെക്ക അവിടെ ഇട്ട് വെച്ചിട്ട് അതാണ് കൊണ്ടേ കൊടുക്കും ചേച്ചാ. അതെനിക്ക് അബ്ബാസിനെ ഏൽപ്പിച്ചൂടെ? ഓൻ ഈ വണ്ടി അതിന്റെ ബാക്കിലിട്ടാണ് കൊണ്ടേ കൊടുക്കൂലേ? നമ്മൾ രണ്ടാളും കുടിഞ്ഞ് ഒരു ഓട്ടോസ് വിളിച്ച് പോകേണ്ടി വരും. ഓനിപ്പോ ഈ വണ്ടിയായിട്ട് നമ്മളപ്പം പോരാൻ പറഞ്ഞാൽ അവൻ പോരൂല. അബ്ബാസിനോട് ഞാൻ പറഞ്ഞിരിക്കണു, ഓനിപ്പോ ഈ വോട്ടിന്റെ തിരക്കല്ലേ, ഓനിപ്പോ അതിനൊന്നും കിട്ടൂല. എന്നാലേ സ്കൂള് വിട്ടിട്ടേ ആ സിയാബിന്റെ സ്കൂൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞാണ്ടേ ഞമ്മക്ക് ആ വണ്ടിയിലാണ് പോവുന്ന. ഓനെ ഞാൻ വിളിച്ച് പറയാം. ഇജെന്നാ എന്റെ തിരുമ്പാളിലൊക്കെ പോയി തിരുമ്പി കൂടെ. ഞാൻ ചോറിനാവുമ്പോ എന്നോട് പറയാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ല നിങ്ങളിപ്പോ നാട്ടിൽ പോകാൻ ഒരുക്കത്തില്ല? ആ ഞാനേ പോവാണ്. പിന്നെ ഞാൻ ഭക്ഷണം കൊടുത്തില്ലേ, കുറച്ച് ബാക്കിയുണ്ട്. ആ സ്കൂൾ വിട്ട എൻ്റെ കുട്ടികളോടെ അന്ന് കഴിക്കാൻ പറഞ്ഞാണ്ടി. വെറുതെ വേസ്റ്റ് ആക്കരുത് കേട്ടോ. അത് ഓരോട് പറയുന്നു ഒരു മന്ന ആദ്യം അതാ തപ്പല്. പിന്നെ നമ്മളെ താഴ്ത്തിയിലെ കോയാക്കാണ് ചെല്ലാൻ പറഞ്ഞത് മഗ്‌രിബിക്ക് ശേഷം. നിങ്ങളൊന്ന് പോയിക്കോട്ടെ, ഞാൻ നിങ്ങൾ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് എന്നോട് പറഞ്ഞിരുന്നു. മൂപ്പരെ ഉമ്മ എത്തിയാണ് ഈ ആസിനെ വേർക്കാൻ വേണ്ടി. അല്ല ഉസ്താദേ, നിങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം എത്തൂലേ? ഞായറാഴ്ച അബുവിൻ്റെ പെണ്ണിൻ്റെ നിക്കാഹിന് 9 മണിക്ക് പോകണം. മഞ്ചേരിയാണത്. ശനിയാഴ്ച ഞാൻ എത്തൂല ഉസ്താദേ. കഴിഞ്ഞ ആഴ്ച തന്നെ ആ മരണം ഉണ്ടായതുകൊണ്ട് ഞാൻ നേരത്തെ പോകുന്നു. അന്നെ പെരയിലെക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഞായറാഴ്ച സുബേസ്കാരം കഴിഞ്ഞേക്കിന് പോരും. 9 മണിക്കല്ലേ പോവുള്ളൂ. അപ്പോൾ തന്നെ അവിടെ എത്തുട്ടോ. ആ എന്നായിക്കോട്ടെ, നേരത്തെ എത്താൻ നോക്കുന്നു. പിന്നെ എന്റെ അഭിപ്രായത്തില്
ഉസ്താദ് പറഞ്ഞതിലൊരു തെറ്റും പറയാനില്ല. എന്താ സലീം അജ്ജി പറയേണ്ടത്? ഒരു പള്ളിക്കല ഉസ്താദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അയാൾ രാഷ്ട്രീയം പറയാൻ പാടില്ല. അയാളെ പള്ളി കമ്മിറ്റി ഏൽപ്പിച്ചെന്താ കുട്ടികൾക്ക് ദർശെടുക്കുക, പള്ളിക്ക് ഇമാം വെക്കുക, നിക്കാഹ് ചൊല്ലി കൊടുക്കുക, ഇത്യാദി കാര്യങ്ങളൊക്കെ കമ്മിറ്റി അയാൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഇത് അയാളെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞാണ്. നിങ്ങൾ പറഞ്ഞതാണ് ശരി. വോട്ടൊക്കെ പെട്ടിയിലേക്കണോ? ഞാനെങ്ങാനും തോറ്റിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഉസ്താദിന് ഒരു പണി കൊടുക്കും. പള്ളി കമ്മിറ്റിയിൽ എങ്ങനെയാണ് ഉസ്താദിനെ നിയന്ത്രിക്കേണ്ടതെന്നുള്ളത് നാട്ടുകാർക്കും മാലിന്യർക്കും ഞാൻ ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ അടങ്ങി നിൽക്കുള്ളൂ. കാക്കേ ഇപ്പൊ അടങ്ങി ഒതുക്കി നിൽക്കണ നിങ്ങൾ നോക്കണ്ട. ഇടഞ്ഞു കഴിഞ്ഞാല് കാക്കാനെ പിടിച്ചാ കിട്ടൂല. അനീഫ, കഴിഞ്ഞ കുറി നമ്മളെ വാർഡില് അതിന്റെ പെണ്ണുങ്ങളായിരുന്നു സ്ഥാനാർത്ഥി, ഓള് ജയിച്ചു. അതിന് മുമ്പത്തെ കുറി ഇജ്ജായിരുന്നു സ്ഥാനാർത്ഥി, ഇജ്ജ് ജയിച്ചു. ഇപ്പൊ ഇജ്ജാണ് സ്ഥാനാർത്ഥി. ഇജ്ജ് ജയിച്ചില്ലോ ഒന്നും പറഞ്ഞിട്ടില്ല. ഉസ്താദിന്റെ രാഷ്ട്രീയം പറയാൻ പാടൂലേ? അയാൾക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ലേ? ഉസ്താദിന് രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും, അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അതുപോലെ പള്ളിക്കലല്ല പറയേണ്ടത്, അയാളെ നാട്ടിൽ പോയി പറയണം. 100 കൊല്ലായി ഈ മഹല്ല് ഇവിടെ തുടങ്ങിയിട്ട്. എത്രയോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എത്രയോ ഉസ്താദാക്കന്മാർ വന്നു പോവുകയും ചെയ്തു. ആരും ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം കുറച്ച് പുത്തൻ പണക്കാരുണ്ട് ഇവിടെ, അവരെ പരിപാടിയാണ് ഇതിന്റെ പിന്നില്. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. അയാളെ പണക്കാരെന്ന പാവപ്പെട്ടെന്ന് വേർതിരിവുള്ള ആളല്ലാണ്. 5-8 കൊല്ലായാലും അയാൾ ഇവിടെ വന്നിട്ട് എനിക്കയാളെ നല്ലോണം അറിയാം. ഉസ്താദ് ചിലപ്പോ ഡീസന്റ് ആയിരിക്കും. ഇവിടെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കണ എനിക്കിപ്പോ തോന്നുന്നത് എന്താ അറിയോ? ഇവിടുത്തെ മുക്കറാണ് അതിന്റെ പിന്നില്. അയാളാണ് എല്ലാവിധ പ്രശ്നങ്ങളിലും ഇടങ്കോലിട്ട് കണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കല്. ഇജ്ജ് പറഞ്ഞ സംശയം എനിക്കും ഉണ്ട്. ഞാൻ പിന്നെ ജിജ്ജാവിടെ പോയി കച്ചറ ഉണ്ടാക്കണ്ട വെച്ചിട്ട് മുണ്ടാതെ നിന്നാണ്. അയാൾക്കാണെങ്കിൽ കാലാകാലം പിരിവന്നെയാണ്. ഒരു പെരപ്പണിന്റെ പേരും പറഞ്ഞിട്ട് ആ പെരപ്പണി തീരില്ലെന്നല്ല, ആരും ഒന്നും കൊടുക്കൂല. ഈ സ്വഭാവം കൊണ്ടേ അയാൾക്ക് എന്തെങ്കിലും തടിനോലെടുത്തൊരു സ്വഭാവം, വല്ലാതൊന്നും കൊടുക്കാത്തോലത്ത് വേറൊരു സ്വഭാവമാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കണം. എന്താ എനിക്ക് അറിയണ കാര്യമാണത്. ഏതായാലും അതിന്റെ പേരിൽ പ്രശ്നത്തിന് പോകണമെന്ന് എന്റെ അഭിപ്രായം. നമ്മളെ പല്ല് കുത്തിച്ച് നാട്ടുകാരെ മണിപ്പിക്കേണ്ട വല്ല ആവശ്യം നമുക്കുണ്ട്. അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും തീരുമാനമായിട്ടില്ല. കാക്ക എനിക്കും വിളിച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും ഫോൺ ചെയ്തിരുന്നു. എത്രയും പെട്ടെന്നൊരു ജനറൽ ബോഡി വിളിക്കുന്നുണ്ട്. അതിൽ ഉസ്താദിനുള്ളൊരു തീരുമാനം അവിടെ വെച്ച് ശക്തമായിട്ടുണ്ടാവും. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആ ഉസ്താദ് കേറിയിരിക്കേ. ആ ഇതാ ഫാത്തിമ, ഇപ്പൊ ഇവിടെ ഇല്ലടി. ആ ഉസ്താദെ ഇപ്പൊ ഔത്തുണ്ട്, ഞാൻ വിളിച്ച. ആ ആയിക്കോട്ടെ. ആ ഉസ്താദെ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ഇരിക്കുന്ന എപ്പോഴെത്തി? ഞാൻ ഇന്നലെ വൈകുന്നേരമായിക്കണു. അത് എത്താൻ പറഞ്ഞ സൗദി അറേബ്യയിലെ കാലാവസ്ഥ ഒക്കെ തണുപ്പാ ചൂടാ? അവിടെ ഇതുവരെ ചൂടേന്നു, ഇപ്പൊ തണുപ്പ് തുടങ്ങിക്കണു. അപ്പൊ ഞാൻ ഒന്നും പോരേന്നു. ഇച്ചാണ് ഈ തണുപ്പ് തീരെ പറ്റൂല. അവിടെ ഇപ്പോഴേ ഗ്യാസിട്ടല്ലേ കിടക്കല്, പുറത്തിറങ്ങുമ്പോഴേ ചൂടറിയുള്ളൂ. ഇവിടെ ഇപ്പൊ കുറേ ദിവസമായിട്ട് ചൂടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ കൊളക്കാത്ത മഴ, നല്ല മഴ, പമ്പ മഴ. അല്ല ഇന്നത്തെ കഴിഞ്ഞൂര് എന്താ തൊപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ തൊപ്പിയൊക്കെ വെച്ചേക്കണോ? അത് ഉസ്താദെ മുടിയൊക്കെ പറ്റ കൊഴിഞ്ഞു പോയി കഷണ്ടി ആയിക്കണേ. അവിടുത്തെ ഈ ഉപ്പുവെള്ളം തട്ടിയിട്ടേ അപ്പൊ ഒരു മടി ഇവിടെ വന്നപ്പോ അപ്പൊ തൊപ്പി വെച്ചതാ. അല്ല നാട്ടിക്ക് ഇപ്പൊ പോക്കില്ലേ? എന്തൊക്കെ പെരീത്തെ വർത്താനം? ഞാൻ പള്ളിക്കാണ്ട് ഇറങ്ങുമ്പോ നിങ്ങളെ കാണാച്ചിട്ടേന്നു. നാട്ടിൽ പോക്കണു ചുട്ടിയ അല്ലെന്നില്ല സുഖാണ്. പിന്നെ മല്ലാക്കാക്ക് ഇപ്പൊ 4 പെൺകുട്ടികളല്ലേ, 3 ആളെ നാട്ടുകാർ നിങ്ങളൊക്കെ കൂടി കെട്ടിച്ച് അഹത്തായ അൽഹംദുലില്ലാ കുട്ടികൾ മക്കളൊക്കെ അയക്കണു. ചെറുകളൊക്കെ മുട്ടായി കൊടുത്ത് നിക്കായും കഴിഞ്ഞു. അതിപ്പോൾ അടുത്ത് കൂട്ടിക്കൊണ്ടുണ്ടാവും ഇൻഷാ അല്ലാ. ഞാൻ നിങ്ങളൊക്കെ ഒന്ന് കാണുന്നുള്ള എനിക്ക് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിന്ന്. ഇത്ര പെട്ടെന്ന് വരുന്ന കുളം എന്റെ എത്തൂല്ല. ഞാൻ ഇപ്പൊ തന്നെ വരാൻ വിചാരിച്ചതല്ല, 2 മാസം കഴിഞ്ഞിട്ടാണ് എന്റെ ലീവ്. അപ്പൊ ഇവിടെ വോട്ടൊക്കെ അല്ലേ, എന്റെ ചെങ്ങായി മെയ്തീനാണ് അവിടെ മത്സരിച്ചിട്ടത്. അപ്പൊ വിളിച്ചു കാണ്ട് ഒന്നും വാന്ന് പറഞ്ഞപ്പോ അങ്ങനെ പോന്നതാണ് ഇപ്പൊ ഞാന്. എന്റെ കുട്ടി വന്ന് നന്നായി. ഒരു ബോട്ട് കളയണ്ടല്ലോ. ഇപ്പൊ പ്രത്യേകിച്ചും അങ്ങനെ ബോട്ട് കളയാൻ പാടില്ല നമുക്ക്. പിന്നെ ഇപ്പൊ നിങ്ങള് പറഞ്ഞു കുട്ടീന്റെ കല്യാണം, അതൊന്നും നിങ്ങൾ ബേജാറാകണ്ട. നിങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ തന്നെ എത്രങ്ങാനുണ്ട് ഗൾഫില്, ഓലൊക്കെ കൂടി സഹായിച്ചതന്നെ അത് മട്ടത്തിനാണ് കഴിഞ്ഞുവിടും. പണ്ടത്തെ മാലില്ലാരും മനസമാധാനം എപ്പോഴും കിട്ടണില്ല. 10-40 കൊല്ലം നമ്മൾ ഈ മാലിൽ ഞാൻ വന്നിട്ട് എന്റെ ചെറുപ്പത്തില് വന്നപ്പോൾ 20 വയസ്സിൽ വന്നപ്പോൾ പറയാം
നിങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ താഴെയൊക്കെ പഠിപ്പിച്ചേക്കണു ഞാൻ. ഞാൻ മദ്രസ് കഴിഞ്ഞ ആ കൊല്ലത്തിലാണ് നിങ്ങൾ വന്നത്. എന്റെ അന്ത്രവന്മാരൊക്കെ നിങ്ങൾ പഠിപ്പിച്ചേക്കണു. എടി മൂലർക്ക് കുറച്ച് ചായ ഉണ്ടാക്കട്ടാ. ചായ ഉണ്ടാക്കാൻ പറയണ്ട. ഞാൻ നമ്മളെ കതിയാന്റെ പെണ്ണിനെ പേറ്റിൽ കൊണ്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നല്ല ബിരിയാണി, കുട്ടൻ ബിരിയാണി, അത് പള്ളടച്ച് വേച്ചേക്കുന്നു. പോരാത്തതേ ഇളനീന്റെ പായസം ഉണ്ടായിരുന്നു, അത് ചിമ്മേൽ തിരുപ്പില്ല, അത് 3-4 ഗ്ലാസ് കുടിച്ചേക്കണം. ഇപ്പൊ പള്ളോണ്ട് വെച്ച മാണ്ടല്ലേ. എടി മൂലർക്ക് ചായ മാണ്ടല്ലോ. ഞാൻ അവിടെ ഒരു പൊതി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തോടുന്ന. അല്ല ലീവ് ഒട്ടുണ്ടാ? ലീവ് അധികം ഒന്നുമില്ല ഉസ്താദെ, 2 മാസം നിക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ട്. ഉസ്താദെ ഇതവിടെ വെച്ചോളി. അതിനെന്തൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു? അതിലേ ആ വലിയ പൊതി നിങ്ങളെടുത്തോളി, ചെറിയൊരു പൊതി ഉണ്ട്, അത് ഖത്തീബിന് കൊടുത്താളിട്ടാ. പിന്നെ അതിൽ ആകെ ഒരു അത്തറും കുപ്പയുള്ളൂ, ജന്നാത്തുൽ ഫിർദൗസാണ്, അത് നിങ്ങളെടുത്തോളിട്ടാ. പൊന്നാര മോനെ, ആ അത്ര കിട്ടിയിട്ട് പാട് കാലേക്കും. പണ്ടത്തെ ആൾക്കാരൊക്കെ കൊണ്ടുവന്നു, ഇപ്പൊ ആരും അങ്ങനെ കൊണ്ടുപോല ആ സാധനം. ഏതായാലും എന്റെ വിത്തുള്ളതേ കഴിഞ്ഞു തുടങ്ങിയിരിക്കണം. ഞാൻ അങ്ങനെ തോണ്ടി തേക്കലാണ്. എന്താ പെട്ടെന്ന് ജനറൽ ബോഡി വിളിക്കേണ്ട കാരണം ഉണ്ടായത്? മഹലിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നിരുന്നല്ലോ. അതെ, അമ്രാജിന്റെ അഞ്ചിനെ പറ്റി മൂലയിൽ പറഞ്ഞില്ലേ, അതാണ് പ്രശ്നം. അത് വലിയ പ്രശ്നമായിക്കൂളേ. ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു, ചോദിച്ചു നോക്കി. എന്താ ഇപ്പൊ പള്ളി കമ്മിറ്റിയിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടായത്? അത് വലിയ പ്രശ്നമൊന്നുമില്ല, അമ്മറാജിന്റെ ഒരു ചൊറാളാണ്. മൂപ്പര് എന്നും പ്രശ്നം ഉണ്ടായിക്കൊണ്ടാണല്ലോ. അയാളെ ആ പള്ളി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലേ, അതിന്റെ ദിവസം ഓരോ ചോറയും പരി ഉണ്ടാക്കിക്കൊണ്ടാണ്. ഇപ്പത്തെ പ്രശ്നം എന്താ അറിയോ? അനീഫാനെ പറ്റി പറഞ്ഞതാണ്. മൂല്യന്മാർ 2 ഒഴിവാക്കണം എന്നാണ് മൂപ്പര അഭിപ്രായം. അല്ല, മൂല്യന്മാരെ ഒഴിവാക്കിയ ഇങ്ങനത്തെ മൂല്യന്മാരൊക്കെ ഇനി എവിടുന്നാലും കിട്ടുമോ? നമ്മള് മുക്കറുണ്ടല്ലോ, 40 കൊല്ലമായി നമ്മളെ മഹലിൽ നിൽക്കൽ തുടങ്ങിയിട്ട്. ആ മുക്കറൊക്കെ മജീദാക്ക ഇന്നെ പഠിപ്പിച്ചതാണ്. ഇപ്പൊ എന്റെ ചെക്കനതാ ഒരു അക്ഷരം തിരിഞ്ഞീനാ. അപ്പൊ അക്ഷരം കറക്റ്റ് ആയിട്ട് വെളിവായിട്ട് അവനോട് പറയുന്നുണ്ട്. മുക്രി പഴയ ആൾ തന്നെയാണ്, പക്ഷെ ഖത്തീബിനെ എനിക്ക് വല്ല പിടുത്തില്ല. എന്റെ മൊരോളെ പേരിന്റെ കൊണ്ടാണ് കാലത്താണ് മൂപ്പര് ആദ്യമായിട്ട് ഇവിടെ വന്നത്. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. എല്ലാവരും യോഗത്തിന് വരിക, ഒരു ഒറ്റ കെട്ടായിട്ട് പറയാം മൂലയന്മാരെ ഇവിടെ നിന്ന് മാറ്റാൻ പറ്റൂല. ഇമ്മറാജിന്റെ ആ മാഞ്ഞാളത്തിനെ നമ്മളെ മാലിനെ വിട്ടുകൊടുക്കാൻ പറ്റൂല. അല്ല കുഞ്ഞാനെ, കമ്മിറ്റിയിൽ വല്ല മാറ്റം ഉണ്ടാവുമോ? അതൊന്നും അറിയില്ല, അതൊക്കെ ജനങ്ങളെ തീരുമാനമാണ്. ഞാൻ അത് പറയാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. ഞാൻ പോട്ടെന്നാല്. അസ്സലാമു അംസാക്ക, കമ്മിറ്റി ഒന്ന് വികസിപ്പിക്കണം എന്ന് പറഞ്ഞു കേൾക്കണുണ്ട്. എടാ, അങ്ങനെയാണെങ്കിൽ പള്ളി കമ്മിറ്റി എനിക്കൊരു ചാൻസ് എന്തെങ്കിലും കിട്ടുമോ? നിങ്ങൾക്ക് എന്താ കിട്ടായി? സ്വത്തും മുതലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഏത് സ്ഥാനത്തിനാ മോഹം? മജീദേ, ഏത് സ്ഥാനത്ത് നിന്നാലും ആൾക്കാർ നമ്മളെ എല്ലാ പരിപാടിക്കും വിളിക്കല്. അംസാക്ക, നിങ്ങൾ ഉദ്ദേശിച്ച തീറ്റ പരിപാടിക്കല്ലേ? അതിന് വിളിക്കണം എന്നുണ്ടെങ്കിൽ സെക്രട്ടറി ആവണം. എടാ, സെക്രട്ടറി സ്ഥാനം കിട്ടുമോ? എനിക്ക് നല്ല പൂതിണ്ട് നിൽക്കാന്. നിങ്ങളെ സെക്രട്ടറി ആവും പ്രസിഡന്റും ആവും. നിങ്ങൾ ഈ കോലൊക്കെ മാറിക്കണ്ട് വെള്ളം വെള്ളൊക്കെ ഇട്ട് സെറ്റപ്പിൽ കണ്ട് ഇറങ്ങി. എടാ, വെള്ളമൊക്കെ ഇഷ്ടംപോലെ എൻ്റെ അടുത്തുണ്ട്. അതിട്ട് നടന്നാലേ പെണ്ണുങ്ങൾ ചീത്ത അറിയും, ചളിയാ കുറിച്ച്. ഞങ്ങളെ വെള്ളം ഇട്ടിട്ടേ നാളെ സുബൈക്ക് ജമാഅത്തിന് പള്ളിയിൽ കണ്ട് വരി. ഉസ്താദ് നിൽക്കുമ്പോ അതിന്റെ തൊട്ട ബാക്കിൽ തന്നെ നിൽക്കുക. അങ്ങനൊക്കെ മാറടാ, ഞാൻ അത്ര നേരത്തെ എണീക്കലില്ല. ഞാൻ നിസ്കാരം തന്നെ തോർമസില്ല. അങ്ങനെ ആയാലൊന്നും സെക്രട്ടറി ആവൂലട്ടോ. സ്ഥിരമായിട്ട് നിങ്ങൾ 5 ഭാഗത്തിനും വരണം, ഇമാമിനോട് കൂടി നിസ്കരിച്ചണം, അതും ഉസ്താദിന്റെ തൊട്ട് ബാക്കിൽ നിൽക്കുക. എടാ, ഞാൻ സ്ഥിരമായിട്ട് പള്ളിക്ക് വരാത്ത ആളാണ്. നീ സ്ഥിരമായിട്ട് പള്ളിക്ക് വരുമ്പോ ആൾക്കാർക്ക് എന്തെങ്കിലും തോന്നോ? ആൾക്കാര് പറഞ്ഞിട്ട് നിങ്ങൾ കാര്യാക്കണ്ടാന്ന്. ഇപ്പൊ നീച്ചുപോയ കുഞ്ഞുമോ എന്തേലും സ്ഥിതി? വല്ല നിസ്കാരോ കാര്യമോ അവനക്ക് ഉണ്ടായിരുന്നോ? ഇപ്പൊ കുറച്ച് പലിശക്കൊക്കെ കൊടുത്തു പോകാൻ കുറച്ച് കായ്ക്കാരനൊക്കെ ആയി. നിസ്കാരം നോമ്പും കാര്യങ്ങളും ഒക്കെ വന്ന് തുടങ്ങി. പള്ളി കമ്മിറ്റിയിലുണ്ട്. ഇപ്പൊ ബീരാങ്കല്ലേ സെക്രട്ടറി, അയാൾക്ക് കാലിലിട്ടുകൊണ്ട് വിജയിച്ചിട്ട് പല പരിപാടിക്കും പോകാൻ വെച്ച. അപ്പൊ ആ കുഞ്ഞുമോനെയാണ് തീറ്റ പരിപാടിക്കൊക്കെ പറഞ്ഞേക്കല്. ഓൻ കണ്ടില്ല തടിച്ച് കൊയ്ത്ത് ഉഷാറായിട്ട് ഇങ്ങനെ നടക്കണ്. പല പരിപാടിക്കും ഇനി ഓൻ വിളിച്ചലുണ്ട്. ഇനി വേണമെങ്കിലേ ഓനേറ്റ് കമ്പനി ആയിക്കോളി. എല്ലാ പരിപാടിക്കും ഓൻ പോകുമ്പോ നിങ്ങളും വിളിക്കും. സ്വാമിയെ, നാളെ തുറന്നിട്ട് ഞാൻ പോണ്ട. നിങ്ങൾ ഇവിടെ നിൽക്കാം, ഞാൻ നിങ്ങളെ തെരഞ്ഞ ഓഫീസിൽ കയറാൻ നിൽക്കുന്നു. ഇന്ന് ഓഫീസ് തുറന്നിട്ടില്ല, ഞായറാഴ്ച അല്ലേ, ഇന്ന് സ്റ്റാഫുകളൊന്നും വന്നിട്ടില്ല. സ്വാമി ശരണം, ഇന്നലെ അഖണ്ഡനാമം ഉണ്ടായിട്ടേ നേരം വെക്കുമ്പോഴാ വന്നേ. ഇന്ന് ഞായറാഴ്ചന്റെ ഓർമ്മല്ല. അല്ല ഗുരുസ്വാമി, എന്നൊക്കെ നമ്മളെ വണ്ടി ബുക്ക് ചെയ്തിരുന്നത് എന്റെ ശ്രദ്ധ വിട്ടിക്കണ. നിങ്ങൾ എഴുതി വെച്ചിട്ടൊന്നുമില്ലേ? 18-ാം തീയതി പറഞ്ഞല്ലോ, 18-ാം തീയതി പോകലാട്ടോ. നിങ്ങൾ സ്വീപ്പാക്കല്ലേ? അത് നിങ്ങൾ പേടിക്കണ്ട, ആകെ സ്റ്റാഫ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. വലിയ വണ്ടിയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? 50 വണ്ടി തന്നെ പറഞ്ഞോണേ. കഴിഞ്ഞ കൊല്ലം പോയ മാതിരി പുതിയ വണ്ടി തന്നെ ആയിക്കോട്ടെട്ടാ. കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഈ കട്ട സീറ്റൊക്കെ വേണേ. വണ്ടിയൊക്കെ ഇപ്പൊ 3 ഇറങ്ങിക്കണേ. 2 വണ്ടി ഇന്നലെ പോയിക്കണോ. അതൊക്കെ ഇപ്പൊ ഈ ശബരിമല കണക്കാക്കി ഇറക്കിയതാ. അല്ല, ഡ്രൈവർ നമ്മളിപ്പോ ആരെ ഏൽപ്പിച്ചോണോ? എന്റെ വല്യോൻ പോരായിരിക്കും. ഇപ്പൊ ലോങ്ങൊക്കെ ഓണ പോലെ. ഇപ്രാവശ്യം നിങ്ങള് പോര്. പണ്ടത്തെ കാലത്ത് നിങ്ങൾ ആ ജീപ്പ് ഉണ്ടായിരുന്നേ, നമ്മൾ ഒരുപാട് പോയതല്ലേ. നിങ്ങളാകുമ്പോ എന്താ ഞമ്മക്ക് സുഖമാണ്. എല്ലാ അമ്പലങ്ങളും നിങ്ങൾക്ക് പരിചയമാണ്, നിങ്ങളാണ് കൊണ്ടുപോയിക്കോളും കേട്ടോ. നമുക്ക് ഇങ്ങനെ ചുറ്റി വരുമ്പോഴേ നിങ്ങൾ തന്നെ നല്ലേ. ഇപ്പൊ പഴയ മാരുന്നേ ഈ കണ്ണിനായിട്ട് ക്ലച്ച് പിടിച്ചൂല.
ഇപ്പൊ ഈ ലോങ്ങപ്പോ ഈ കുട്ടികളൊക്കെ ഉണ്ടാകുകൊണ്ട് ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് പോണത് നമ്മള്. ഈ കുറി നിങ്ങൾ വരി, അടുത്ത കൊല്ലം അയ്യപ്പനെ അറിയുള്ളൂ നമ്മളൊക്കെ ഉണ്ടാവുക. നിങ്ങളപ്പം പോകാനുള്ളൊരു കമ്പത്തിനാണ് കേട്ടോ. നിങ്ങൾ വരി, ഞാൻ നോക്കട്ടെ. ആ വാവലിപ്പാളിലൊക്കെ ഒന്ന് കാണാൻ പോതിണ്ട്. കുറെ കാലം കൂടെ കണ്ടിട്ട് കുട്ടികൾ പോരാൻ സമ്മതിച്ചാവോ? കുട്ടികൾ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. വാണെങ്കിൽ മോർണിംഗ് കൂട്ടിക്കോളി. പിന്നെ 18-ാം തീയതി നിങ്ങളൊരു 1 മണിയാകുമ്പോക്കിന് അമ്പലത്തിന്റെ മണ്ണേരി അമ്പലത്തിനാണ് വന്നാൽ മതി. ഞങ്ങൾ രാവിലെ കെട്ടാറ് കൊടുക്കും. നമുക്കൊരു 3-3:30 പോകേണ്ടി വരും. എന്നാ ആയിക്കോട്ടെ, ഞാൻ പോട്ടെന്നാ കേട്ടോ. ആചാര്യ, നമ്മളെ വാർഡിൽ മുമ്പത്തേക്കാൾ പോളിംഗ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞമ്മക്ക് വിജയസാധ്യത കൂടുതലുണ്ട്. എൻ്റെ അഭിപ്രായമാണ്. വേറെ 1-2 ആളും പറഞ്ഞു. അപ്പോൾ ശരിയാ തോന്നുന്നുണ്ട്. ഞാൻ അത് എത്രാണ്ട് പറഞ്ഞിട്ടും അനീഫാക്ക് ബേജാറാണ്ട് വിടണില്ല. ഓ ആദ്യമായിട്ട് നിൽക്കുന്നല്ലോ ഈ വാർഡില്. ഓനിപ്പത്തെ എത്ര ഞാൻ ബേജാറാണ്. ഞാൻ ഓനോട് കുറേ പറഞ്ഞു കൊടുത്തു. ഓൻ ആ ഉസ്താദ് വെള്ളിയാഴ്ച പള്ളിക്കെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ശേഷമാണ് ഭയങ്കര ബേജാറ് വന്ന്. കാക്ക, ഉസ്താദാ പറഞ്ഞത് ശരിയല്ല. എനിക്ക് അങ്ങനത്തെ ബേജാറൊന്നുമില്ല. അത് കേസിന്റെ തോന്നലാണ്. ബേജാറൊക്കെ എനിക്കുണ്ട്, അത് എനിക്കറിയാം. ഇജ് ആ പടക്കത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേ, ലഡും കുറെ ഓർഡർ ചെയ്യേ. 13-ാം തീയതി ജയിച്ചതിന്റെ ശേഷം വിരോധികളെ എല്ലാ പെരിയിലും പോയിട്ടാണ് പൊട്ടിച്ചണം. അല്ല കാക്ക, ഞാൻ പറഞ്ഞതിന് ധിക്കരിക്കല്ല. ജയവും തോൽവി അറിഞ്ഞിട്ട് വാങ്ങിയപ്പോഴേ ഈ കണ്ട സാധനങ്ങളൊക്കെ. അതൊന്നും ശരിയാവില്ല. അതൊക്കെ ഇപ്പൊ തന്നെ വാങ്ങി റെഡിയാക്കി വെക്കണം. ആ സമയത്ത് എവിടുന്ന ഈ സാധനങ്ങളൊക്കെ കൂടി ഒപ്പിച്ചാൻ പറ്റുക? എല്ലാവരും മാങ്ങലേരല്ലേക്കാരും. അത് മാത്രം പോരാ, ബാൻഡ് സെറ്റ് ഏൽപ്പിച്ചാണ് കേട്ടോ. ഇജ് ഏതായാലും ജയിച്ചു. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ റെഡിയാക്കി കൂടെ. ജയിൻ തോൽവിയൊക്കെ അടക്കട്ടെ. ആ പള്ളിക്കല ഉസ്താദന്മാരെ കാര്യത്തിൽ നിങ്ങളെന്താ തീരുമാനം കണ്ടിട്ടുണ്ട്? വെറുതെ വിടരുത് പോലെ. കാക്ക, കേസ് പറഞ്ഞത് ശരിയാണ്. ഉസ്താദുമാരുടെ പേരില് കർക്കശമായ നിലപാട് സ്വീകരിക്കണം. നടപടി എടുത്തേ പറ്റുള്ളൂ. പക്ഷെ ആ ഖത്തീബ് ഉണ്ടല്ലോ, അയാളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഖത്തീബ് മാത്രമൊന്നുമല്ല, ആ മുക്രിയാണ് ഇതിന്റെ പിന്നിലാണെന്ന് കാണ്ടി ചാവി കൊടുക്കുന്നുണ്ട്. രണ്ടിനും എടുത്ത് പുറത്തേക്ക് ഇടണം. ചാവി എടുക്കുക എന്തു അലക്ക വാണിയും കാട്ടിക്കോട്ടെ. മോലേമാരും കണക്കാണ്, സെക്രട്ടറിയും കണക്കാണ്. എല്ലാത്തിനും അടുത്ത വെള്ളിയാഴ്ച ജനറൽ ബോഡി യോഗം വിളിച്ചിട്ടുണ്ടല്ലോ, ശരിയാക്കും ഞാൻ എല്ലാത്തിനും. കാക്ക, സെക്രട്ടറിയാ വരണം. ആ പുത്തമ്പണക്കാരനുണ്ടല്ലോ ബീരാന്റെ ഒപ്പം, ഓനെന്തിനു കൂട്ടിയതാ? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഒരു കാര്യമൊക്കെ ഞാൻ പോന്നതേ യോഗം വിളിച്ചതിന് മുന്നേ നിങ്ങളൊന്ന് കാണാച്ചിട്ട് ഇങ്ങനെ പോന്നതാണ്. ഞങ്ങൾ ആ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പൊ എന്റെ വരവ്. എന്താ ഇപ്പൊ നിങ്ങളെ ചർച്ച? എനിക്കും കൂടി ഒന്ന് കേട്ടൂടെ? ചർച്ച ഇപ്പൊ എന്താ വെച്ചാലേ, ഒറ്റ വാക്ക് പറയുകയാണെങ്കിലേ ഖത്തീബിന് മുക്കിറിനാണ്ട് ഒഴിവാക്കുക. എത്തപ്പ നിങ്ങൾ ഈ പറഞ്ഞ് ഒറ്റയടിക്ക് മൂല്യമാരാണ്ട് ഒഴിവാക്കേ? അതൊന്നും നടക്കൂല. എത്തപ്പറ്റി നടക്കൂല എന്ന് പറയണ്ടേ? ഈ പള്ളിക്കൽ കാലങ്ങളായിട്ട് ഞങ്ങളാണ് ഇവിടെ എല്ലാം കൊണ്ടുനടക്കുന്നുണ്ട്. ഇജിപ്പോ ഇന്നലെ ഒരു പൂത്തപ്പൻകാരനായിട്ടാണ് ജോയിന്റ് സെക്രട്ടറി ആയിട്ടാണ് കാര്യം കുറിച്ചിട്ടാ. മഹലിൽ നിങ്ങളെ തീരുമാനം മാത്രമല്ലല്ലോ, മഹലിലെ എല്ലാ ആൾക്കാരും ഉണ്ടാവും. ഓരോ തീരുമാനം അറിയണം. ഇതൊന്നും മുണ്ടാതിരിക്കേ. ആചാര്യ, ഉസ്താദിനെയും മുക്രീനൊക്കെ ഒഴിവാക്കേണ്ട കാര്യം അവിടെ നിൽക്കട്ടെ. ആ മുക്രയൊക്കെ 10-40 കൊല്ലേക്കണം നമ്മളെ മഹലില്. ഓലൊരു പ്രസംഗം നടത്തി, അത് ശരി തന്നെയാണ്. വോട്ട് ആരും ചെയ്യാതിരിക്കരുത് എന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനല്ലേ, ആ രീതിയിലാണ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടത്. അല്ലാതെ നിങ്ങളെ രണ്ടാളെയും മോശപ്പെടുത്തി പറഞ്ഞതൊന്നും അല്ല. അന്നെ തിന്നുകൾക്കറിയാം അയാൾ പറഞ്ഞ വർത്താനം എന്താന്നുള്ളത്. നിങ്ങൾ അയാളെ വെള്ള പൂസാനൊന്നും നടക്കണ്ട. വെള്ള പൂസാനൊന്നും ഇവിടെ ആരും നോക്കണില്ല. മൂല്യമാരോട് ഒഴിവാക്കാൻ പറ്റൂല. നിങ്ങളാണ് പറഞ്ഞ കണക്ക്. ഇമ്രാജ് മൂല്യമാരെ ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയിരിക്കും. അത് ഏത് തമ്പുരാമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ തീരുമാനം അത് തന്നെയാണ്. ഇനി അതിനെ പറ്റി ഇവിടെ വെച്ച് ചർച്ച ചെയ്യണ്ട. നമുക്ക് അടുത്ത വെള്ളിയാഴ്ച യോഗത്തിൽ വെച്ചിട്ടാണ് കാണാം. നമുക്ക് ആചാര്യങ്ങൾ അങ്ങനൊന്നും പറയരുത്. ആ മൂല്യമാരെ നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റൂല. ഓല് ഞമ്മക്ക് 4 അക്ഷരം ദീന് പഠിപ്പിച്ചെന്താണ് നമ്മളെ മാലില് കുറഞ്ഞ ശമ്പളത്തില്. ഓലെ ഒഴിവാക്കലല്ല ആവശ്യം. നിങ്ങളെ ആവശ്യം വേറെയാണ്. അത് എനിക്കറിയാം. പച്ചക്ക് നിങ്ങളോട് പറയാലോ. നിങ്ങൾ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന ആളാണ്. പെട്ടെന്ന് കഴിഞ്ഞ കമ്മിറ്റിയിൽ നിങ്ങളെ മാറ്റിക്കാണ്ട് ഇന്ന സെക്രട്ടറി ആക്കി. ആ ഒരു ദേഷ്യം കൂടിയാണ് നിങ്ങൾക്കുള്ളത്. ആ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട. ഈ കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഞാൻ ഈ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞുതരാം. നിങ്ങൾ കയറിയിരുന്നോ. ഇതിൻ്റെ കാര്യത്തിൽ ഇനി നാട്ടിലൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഈ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ പോട്ടെന്നാൽ. പൊന്നാര മക്കളെ, മോലയന്മാർ പള്ളിക്കൽ പല കാര്യങ്ങളും പറയും. തീനെ പഠിപ്പിച്ചു തരാണ് ഞമ്മക്ക്. അത് പറയുമ്പോൾ ഞമ്മക്ക് തോന്നുന്നത് നമ്മളെ കുറിച്ച് പറയുകയാണെന്നുള്ളത്. അത് ഏത് മൂലയിൽ വലുതറിയുമ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്.
അത് നമ്മൾ തെറ്റിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് മൂല്യന്മാർ പറഞ്ഞതിൻ്റെ. അതിൻ്റെ പേരിൽ മൂല്യന്മാരെ പുറത്താക്കുക, മൂല്യരെ ഒഴിവാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മാലിലുള്ള കുത്തിത്തീർപ്പുണ്ടല്ലോ അതാരും ചെജ്ജത്തിട്ടോ. കാരണം ഓല് പറഞ്ഞതിൻ്റെ നല്ല കാര്യങ്ങളാണ്, അത് നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി ഓല് പറഞ്ഞുതരാണ്. ഓരത് പറഞ്ഞു തരും. ഓല് ദീന് പഠിച്ച മക്കളാണ്. ഓല് പറയാൻ വേണ്ടിയാണ് ഓല് നമ്മളെ മാലിൽ കത്തീബായി നിൽക്കേണ്ടത്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കരുത്. ആ കാരണം പറഞ്ഞിക്കാണ്ട് മൂല്യന്മാരെ ഒഴിവാക്കുക, ഓല് പുറത്താക്കുക, അങ്ങനത്തെ പങ്കതി ഒന്നും ചെയ്യരുത്. അതാണ് ഈ വീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.